പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. രാഹുലിന്റെ മക്കളുടെ അതിനുശേഷം പുള്ളിയെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇയാൾ പോയത് എന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും പിടിക്കാനായില്ല. 8-ാം ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത്. കർണാടക കേരള അതിർത്തിയിൽ വലിയ തെരച്ചിൽ നടക്കുന്നുണ്ട്. SIT നീക്കങ്ങൾ രഹസ്യമായിരിക്കണമെന്ന നിർദ്ദേശം കൂടി ഉന്നതതലത്തിൽ നിന്നും അവർക്ക് ലഭിച്ച പശ്ചാത്തലമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ പോലീസ് ഒരു വഴിയിലൂടെ തുടരുന്നു. മറ്റൊരു വഴിയിൽ ഇയാൾ കീഴടങ്ങിയേക്കുമെന്ന വാർത്ത പുറത്തു വരുന്നു. തിരുവനന്തപുരത്താകട്ടെ ഇയാളുടെ മുൻകൂർ ജാമ്യ ഹർജിയുമായുള്ള വാദം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജിയിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രാഹുലിനെതിരെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഉടൻ നടപടിയെന്നാണ് ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ KPCC പ്രസിഡന്റ് എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചു കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നത് ഹൈക്കമാൻഡ് എനിക്ക് നാം സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ അക്കാര്യത്തിൽ പാർട്ടിയുടെ എന്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമാണ് നിർവഹിക്കണം. ഇനി അടുത്ത നടപടിയിലേക്ക് നടക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായി തീരുമാനമെന്നത്. രാഹുലിനെ സംബന്ധിച്ചാൽ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് രാജ്ഭവൻ സമാനതകളില്ലാത്ത നടപടി പാർട്ടി സ്വീകരിച്ചു. ഇനിയും അത്തരം നടപടി ഉണ്ടാകും. ഷാഫിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് ഹാജരാക്കട്ടെ. ആൾക്കൂട്ട വിചാരണ മാത്രമാണ് തനിക്കെതിരെ ഇതുവരെയുള്ള ആരോപണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ദിവസങ്ങൾ മാത്രം പാർട്ടികൾക്ക് വലിയ വിഭാഷണം മാത്രമാണ് ഉയർന്നു വരുന്നത്. വീട് കിട്ടിയ പിടിവല്ലി അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണോ ഇടതുപക്ഷം ഉൾപ്പെടെ അത് BJP ഉൾപ്പെടെ അവരാണ് എന്താണ്? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൽ അവർ ഫലപ്രദമായി വിജയിച്ചിരിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ് അവരെ വിജയിക്കാൻ കാരണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല കാതലായ പ്രശ്നം. ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പ്രസ്താവന നടത്തി. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതുപോലെ തന്നെ PM-3 ഇതിൽ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഞങ്ങളുമായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, ഒരു പവർ ബ്രോക്കറായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബിട്ടാസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിന് രാജ്യസഭയിൽ നന്ദി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ ഇത്രയും നാള് CPI-ക്കാര് ആരാണ് ഇതിൽ ഒപ്പുവയ്ക്കാൻ പ്രേരിപ്പിച്ചെന്നുള്ളതിന് കണ്ടുപിടിച്ചല്ലോ, ആളെ കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്നാണ് ഗുജറാത്തിന്റെ ചോദ്യം വന്നത്. അപ്പോ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഇനിയുള്ള തലമുറ പഠിക്കണ്ട. ഇനി 2014 ശേഷമുള്ള ചരിത്രം പഠിച്ചാൽ മതി എന്നാണ്. മാത്രമല്ല മഹാത്മാഗാന്ധിയെ കൊന്നവരെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോ PM-3 പോലൊരു പദ്ധതിയിൽ ഇവർ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ കള്ളത്തരങ്ങൾ വെളിവാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ട് പിന്നാലെ ഷാഫി പറമ്പിലെതിരെയും വലിയ ആരോപണം ആണിപ്പോൾ ഉയർന്നിരുന്നത്. കൂടുതൽ പ്രതിരോധത്തിലായി ഷാഫിയുടെ ഭാഗത്ത് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇതിനൊരു അനുകൂല നിലപാട്. ബൈജു, ഞാൻ നിങ്ങളോട് കാര്യം പറയാം. അനാവശ്യമായി ആളുകളെ വിവാദത്തിലേക്ക് വലിച്ചടിക്കണ്ട, മനസ്സിലായോ? ആരോപണം ആർക്കെതിരെ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. ആരോപണങ്ങൾ ഇങ്ങനെ ഏത് വിധത്തിന്റെ കാര്യമില്ലല്ലോ. ആരോപണം ഉന്നയിക്കുന്നവൻ ആരാണോ അവന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാക്കട്ടെ. അതല്ലേ മര്യാദ. അല്ലാതെ ഇങ്ങനെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോപണം അല്ല വേണ്ടുന്നത്. ആരോപണത്തിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അല്ല, തെളിവില്ലാതെ ഇങ്ങനെ ആരോപണം അത് ആർക്കെതിരെ ഉന്നയിക്കാം? മഹാത്മാഗാന്ധിക്കെതിരെ ഉന്നയിച്ചൂടെ? പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരോപണം ഉന്നയിക്കുന്നതിൽ ആവശ്യമായ അടിസ്ഥാനം വേണം. അനാവശ്യമായി ഈ വിവാദത്തിലേക്ക് ആളുകളെ വലിച്ചഴിച്ച് ഒരു കൂടുതൽ ഇതിലേക്ക് പോകണ്ട. അങ്ങേക്ക് പറയാനുള്ള ഈ ഇടതുപക്ഷത്തിന്റെ നയങ്ങള്, തെറ്റായ നയങ്ങൾ, അത് ഗുണം ചെയ്യും. പക്ഷെ ഈ പ്രതിരോധം അതാണ് ആ അടക്കം ചോദ്യം. ശശി തരൂര് പൂർണ്ണം പുലി വരുന്നേ എന്ന് പറഞ്ഞാൽ പുലി വന്നില്ലല്ലോ. നിങ്ങളെല്ലാം എത്രയോ കാലമായി പറയുന്നു ശശി തരൂർ പോയോ? പോയില്ല. പിന്നെ അയാള് ഓരോ സമയത്തും പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ അവർക്ക് വീട് കിട്ടിയ ഒരു അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അത് വെച്ച് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. വലിയ വിജയം ഉണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പറ്റും. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിക്കും. തീർച്ചയായിട്ടും
പ്രതികരിക്കാനുള്ളത് രാജ്ഭവനുള്ളത് അതിവിശദമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടം മുതൽ നടത്തുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ് എം എ ഷഹനാസ്. പാർട്ടി വേദിയിൽ ഷാഫിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും മറുപടി പറയേണ്ടത് ഷാഫി എന്നും രാഹുൽ ഗാന്ധിക്കെതിരായ ബലാത്സംഗ പരാതികൾക്കിടെ കവിതയുമായി കോൺഗ്രസ് നേതാവ് പി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നീസ. സ്വപ്നങ്ങളെ ചാലിച്ച പിഞ്ചുപൂവിനെ പിച്ചു ചീന്തിയ കാബാലിക, നീ ഇത്രയും ക്രൂരനോ എന്നാണ് ഷറഫുന്നീസ കവിതയിലൂടെ ചോദിക്കുന്നത്. അവളെ തളയ്ക്കാൻ ശ്രമിച്ച കോലങ്ങളുടെ നിന്റെ പല്ലുകൾക്ക് ദൈവം ഒരിക്കലും ശക്തി തരില്ലെന്നും ഷറഫുന്നീസ കുറിച്ചിട്ടുണ്ട്. രാഹുലിനെതിരായ പരോക്ഷ വിമർശനമാണ് കവിതയിൽ എന്ന അഭിപ്രായം വ്യക്തമാണ്. ഷാഫി പറമ്പിലാണ് രാഹുലിന്റെ ഹെഡ്മാസ്റ്റർ ആവർത്തിച്ച് CPM സുരേഷ് ബാബുവാണ് ഇത്തരം വിമർശനങ്ങൾ എത്തിയത്. എം എ ഷഹനാസിന്റെ വെളിപ്പെടുത്തലോടെ അത്രയും വ്യക്തമായി എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു കേരളത്തിന് അപമാനകരമായ കാര്യമല്ലേ? ഇതുപോലൊരു അപമാനകരമായ ഒരു കാലഘട്ടം രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു. എത്ര നീചമായി ഒരു രാഷ്ട്രീയ അവർക്കെതിരെ പ്രതികരിക്കുന്നവരെല്ലാം ദൈവം ഗുണ്ടാപങ്ങളോ ആരംഭിക്കുന്നു. എന്ത് മോശപ്പെട്ടൊരു രീതിയിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാനുള്ള വലിയ ശ്രമം ചില പരിപാടികൾ സംഘത്തിലും കൊട്ടേഷൻ സംഘത്തിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ഷാഫി പറമ്പിൽ മാഫിയ സംഘത്തെ KPCC ഭയക്കുന്ന ഇന്ത്യ നേതാവ് CK ശർമ്മ. കോൺഗ്രസിലെ ഗോവിന്ദസ്വാമിയാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗുരുവായ ഷാഫി സ്വീകരിച്ചത്. പ്രതീക്ഷിച്ച പോലും രക്ഷയില്ലെന്നും പിന്നെയാണോ എം എ ഷഹനാസ് എന്നും കൃഷ്ണകുമാർ. കോൺഗ്രസിലെ ഗോവിന്ദസ്വാമിയാണ് രാഹുൽ മാങ്കൂട്ടം. ആ ഗോവിന്ദസ്വാമിക്ക് നടക്കുന്ന പാർട്ടിയ സജ്ജമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഈ ഗോവിന്ദസ്വാമിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഗുരുവിന് അറിയായിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാ അഭിപ്രായങ്ങളോടുകൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നടക്കുന്ന പാർട്ടിയ സംഘം ഗോവിന്ദസ്വാമിമാരെ പോലെയാണ് കോൺഗ്രസിനകത്ത് പെരുമാറുന്നത്. കോൺഗ്രസിനകത്ത് നിരവധി യുവതികൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുക. ഈ മാഫിയ സംഘത്തെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഭയക്കുന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവുന്നത്. VD സതീശനെ വിവാദം പാർട്ടിയല്ലേ, സ്വന്തം പാർലമെന്ററി പാർട്ടി നേതാവിനുണ്ടാകുന്ന പാർട്ടിയാണ് കോൺഗ്രസിലെ സൈബർ സംഘം. അപ്പൊ ഷഹനാസിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിക്ക് ഇതിന് വെറുതെ വിടില്ലല്ലോ. രാഹുലിന് എല്ലാ പിന്തുണയും നൽകുന്നത് ഷാഫി എന്ന് പാലക്കാട് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. 2 വർഷം മുൻപ് രാഹുലിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടും ഷാഫി കിട്ടിയില്ല. ഷാഫിക്കെതിരെയുള്ള കഥകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഷാഫിയെ കുറിച്ചാൽ രാഹുൽ എവിടെ എന്നറിയാം. ഷാഫിയുടെ ഫോൺ പരിശോധിക്കണമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഇതുവരെ തുറന്നു പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായി. ഇവിടെ പുറത്തു വന്ന ശബ്ദരേഖ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ നിലപാടുണ്ടായി. ഇത് കോൺഗ്രസിന്റെ ഒരു കേരളത്തിലെ സമ്മന്നതനായ നേതാവ് ടെക്നോളജിയാണെന്ന് പറഞ്ഞു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായി. ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ആദ്യമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ നവംബർ മാസം 28-ാം തീയതി ഡിസംബർ 1-ാം തീയതിയാണ് KPCC പ്രസിഡന്റ് 2-ാം തീയതി ചോദിക്കുന്നത്. അപ്പോ പത്രസമ്മേളനം ചോദിക്കുന്ന 1-ാം തീയതി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരാതി ലഭിച്ചില്ല എന്ന് പറഞ്ഞു. നവംബർ 28-ാം തീയതി ഈ പെൺകുട്ടി KPCC നേതൃത്വത്തിന് പരാതി ചെയ്യിച്ചു. പക്ഷേ ഇവർ അത് അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഷാഫി പറമ്പിലിനെതിരെ ആരോപണം ഉന്നയിച്ച KPCC സാംസ്കാരിക സാഹചര്യ സെക്രട്ടറി എം എ ഷഹനാസിനെതിരെ സൈബർ ആക്രമണം. ജീവനോടെ വെച്ചേക്കില്ലെന്നാണ് ഭീഷണിയെന്ന് ഷഹനാസ് പറഞ്ഞു. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സംസ്ഥാന സാഹചര്യത്തിലെ കോഴിക്കോട് ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയെങ്കിലും വിവാദമായതോടെ വീണ്ടും ഉൾപ്പെടുത്തി. ഷാഫി പറമ്പിൽ എല്ലാം അറിയാമെന്നും ഷാഫിയുടെ പ്രതികരണത്തിന് ശേഷം കൂടുതൽ പറയാമെന്നും ഷഹനാസ് പറഞ്ഞു. എം എസ് സനീഷ് കുമാർ ഇവരെ കൊണ്ടുവരുന്ന അനീഷ്
ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ, കാരണം ഷാഫിയുടെ പേരെടുത്താണല്ലോ ആക്ഷേപം. ഷാഫിക്ക് എല്ലാ